ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ ഭംഗിയാണ് അല്ലേ. ആ ഭംഗി നിലനിർത്താനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഓരോ വിളകളും ഓരോ ഐറ്റംസ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ഡിസൈൻ ചെയ്തിട്ട് ഓരോ സെക്ഷനായിട്ട് തിരിക്കുമ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് ആ സെക്ഷനെ പരിചരിക്കാനായിട്ട് ഓരോ സെക്ഷൻ കൂടുതൽ പരിചരിക്കാൻ നമുക്ക് പറ്റും. സാധാരണയായിട്ട് ഒരുപാട് പേര് പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ പരിചരണം ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ആ പരിചരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയണ പോലെ തന്നെ നല്ല വിളവ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഈ ചീരത്തോട്ടം, ചീരയുണ്ട്, ചെറുചീരുണ്ട്, ഇപ്പുറത്ത് പാഴ്സലുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആവശ്യം ഇല്ലാത്ത കുറേ കളകളാണ് ചീരയിൽ വരാറുള്ളത്. അത് ഒന്നിനടം നമ്മൾ പറിച്ച് കളയുകയാണെങ്കിൽ ചീരയുടെ വിളവ് കൂടുന്നു. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതേപോലെ വരുന്ന കളകൾ എപ്പോഴും പറിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ അടിയിലുണ്ടാകുന്ന വിത്തുകൾ കൂടെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ കളകൾ പറിക്കുമ്പോൾ വിത്തുകൾ അവിടെ ഇരിക്കും, പക്ഷേ പുല്ല് നമ്മൾ മുകളിലോട്ട് വരുന്നു. അത് ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ പിന്നെ വന്നുകൊണ്ടിരിക്കും. ഇതന്നെ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും പണിയാണ്. പിന്നെ കൂടാതെ വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ ആഴ്ചകളും ചാണകപ്പൊടി ആട്ടുംകാട്ട കൊടുക്കുക. പിന്നെ നമ്മൾ പോഷകമായിട്ടുള്ള ഫിഷ് അമിനോ അത് അടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചീര കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ചുവന്ന ചീരയുടെ ഒപ്പം കുറച്ച് പച്ചച്ചീര കൂടി മിക്സ് ആക്കുക. ഇതേപോലെ പച്ചച്ചീരയും കൂടി നമുക്ക് അതിൽ മിക്സ് ചെയ്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കീടങ്ങളുടെ ശല്യം ഒരു പരിധി വരെ പച്ചച്ചീരയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതാണ് പ്രതിരോധശക്തി പച്ചച്ചീരയ്ക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചുവന്ന ചീരയുടെ ഒപ്പം നമ്മൾ പച്ചച്ചീര ചെയ്യാം. ഇനി അടുത്ത് നോക്കാം എന്താണെന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു തോട്ടത്തിലുള്ള വേറെ ഐറ്റംസാണ് കാബേജ് ഉണ്ട്, അതുപോലെ ബാക്കിൽ കോളിഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇതിനെ പറ്റി ഒരു ചെറിയൊരു ടിപ്സ്. കാരണം നമ്മൾ കാബേജ് നനയ്ക്കുമ്പോൾ ഇതിന് നന കൊടുക്കുമ്പോൾ പ്രത്യേകം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കാബേജിൻ്റെ ഇലകളുടെ ഇടയിൽ വെള്ളം വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതിലിപ്പോൾ ഇലയിൽ വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ട്, കണ്ടോ, വെള്ളം കാണുന്നുണ്ടായിരിക്കും. ഇത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് കേടാവാനായ സാധ്യത കൂടുതലാണ്. അപ്പം എപ്പോഴും നമ്മൾ കാബേജിന് വെള്ളം കൊടുക്കുമ്പോൾ ഇറിഗേഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും ട്രിപ്പ് ഇറിഗേഷനായിട്ട് കൊടുക്കാൻ നോക്കുക, ശ്രദ്ധിക്കുക. നമ്മൾ ട്രിപ്പ് ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ശ്രദ്ധിക്കണം. സ്പ്രിംഗ്ലർ ആണെങ്കിലും നമ്മൾ അതിൻ്റെ നോബ് അടിയിലേക്ക് വെള്ളം വീണ രീതിയിൽ നമ്മൾ കൊടുക്കുക, അത് ശ്രദ്ധിക്കണം. രോഗബാധ വരുന്ന ഇലകൾ പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്യുക. ഈ ഉണ്ടല്ലേ, ഇതേപോലെ രോഗം വരുന്ന ഇലകൾ, ചീഞ്ഞ് പോകുന്ന ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക. വളം കൊടുക്കുമ്പോൾ ഇതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളം ചാണകപ്പൊടി ആട്ടുംകാട്ടോ എന്നാണെങ്കിൽ കുറച്ച് ഇളക്കി കൊടുക്കും. ഇതൊക്കെയാണ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഇളവുള്ള നല്ല രസമായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കാബേജായിട്ട് കിട്ടും. നല്ല ചള്ള് ഇല ഉണ്ടല്ലോ വരുന്ന ഈ സെൻറ്ററിൽ നിന്ന് വരുന്ന ഇലകൾ കട്ട് ചെയ്തിട്ട് നമുക്ക് തോരനായിട്ട് വയ്ക്കാം. ഒരുവിധം അത്യാവശ്യം നേരത്തെ പരിചയപ്പെടുത്തിയ പച്ചക്കറികളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിയുന്നു. അപ്പോൾ അത് അടുത്തത് മല്ലിയാണ്. മല്ലിയുടെ ഇതിലും ഇതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മല്ലിക്ക് ഒരുപാട് പരിചരണം ആവശ്യമാണ് എന്ന് തന്നെ പറയണം. ഇതിൽ ഒരുപാട് കളകൾ നേരത്തെ പോലെ തന്നെ ചീരയിലും വരുന്ന പോലെ തന്നെ മല്ലിയിലും വരും. അതുകൊണ്ടോ, ഇതൊക്കെ മല്ലിയിൽ ബാധിക്കുന്ന കളകളാണ്. ഇതൊക്കെ അപ്പം പറിച്ച് കളയുകയാണെങ്കിൽ ഇതുപോലെ മല്ലിയുടെ വിളവും ഇതുപോലെ വർദ്ധിക്കാൻ സാധിപ്പിക്കും. ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ 4-5 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ കളകൾ പറിച്ച് കളയുക. പിന്നെ നമുക്ക് ഇതേപോലെ മല്ലിയുടെ മല്ലി എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് ഓരോ സെക്ഷനായിട്ട് കട്ട് ചെയ്യുക, പീസിലെടുത്ത് കട്ട് ചെയ്യുക. അങ്ങനെ ഒരിയാതിരിക്കാനായിട്ട് കൈകൊണ്ട് പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിന് വേണ്ടത് പരിചരണം നേരത്തെ അതേപോലെ തന്നെയാണ് പറഞ്ഞ പോലെ തന്നെ കീടശല്യം വളരെ കുറവാണ് മല്ലിക്ക് എപ്പോഴും ഉള്ളത്. മല്ലിക്ക് ഉണ്ടാകുന്ന പൂക്കളാണത്, അതായത് നമ്മൾ വിത്തുകൾ ഉണ്ടാവാറ്. അതിനെ പറ്റി ഞാൻ നേരത്തെ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. പച്ചക്കറി ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഭംഗിയിൽ ചെയ്യുക. അതുപോലെ അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ പരിചരണം നന്നായി നോക്കുക. വരാം, കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും നന്ദി, ബൈ.